സർക്കാരിന്റെ കാലത്ത് 3 ആൾക്കാരെ കാണാതായിട്ടുള്ളൂ. പണ്ടത്തെ കണക്ക് 148 എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? അത്യന്തം ഹീനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. മനുഷ്യജീവൻ, ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയില് ഇത്തരം മനുഷ്യന്മാരെ കൊണ്ടുവരാൻ പോലും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ കൊണ്ടുവരേണ്ടി വന്നു. വേറൊരു കാര്യം വിശദീകരിക്കാൻ ഈ മനുഷ്യൻ്റെ ഒരു സംഗതി കൊണ്ടുവരേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശ മേനോൻ അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോയൊരു വാക്കാണ്, ഞാൻ ഭരിക്കുന്ന സമയത്ത് ആകെ 3 പേര് മാത്രമേ ഇപ്പോൾ കടലിൽ കാണാതായിട്ടുള്ളൂ. ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ കടലിൽ ഇങ്ങനെ കാണാതാവുന്നത്. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് 10 വർഷങ്ങളായിട്ട് 145ഓളം പേര് കടലിൽ കാണാതായിട്ടുണ്ട് എന്ന് ഭയങ്കര രസകരമായിട്ട് VD സതീശൻ മേനോൻ പ്രസംഗിക്കുന്നുണ്ട്. ഇനി ആ പ്രസംഗം കേട്ടില്ല എന്ന് പറയരുത്, കേൾപ്പിച്ചു തരാം. ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാൻ പോകും. ഇതാണ് വാക്ക്. ആദ്യമായിട്ടല്ല കടലിൽ 3 പേരെ കാണാതെ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചു, നമ്മൾ പ്രസംഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ചില വാക്കുകളൊക്കെ എന്തൊരു അബദ്ധമായിട്ടാണ് വായിൽ നിന്ന് വരിക. അത് ഉദ്ദേശിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അതെ, ആദ്യമായിട്ടൊന്നല്ല 3 പേരെ കടലിൽ കാണാതാവുന്നത്, ഇതിനു മുമ്പേ കാണാതായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടുള്ള സെർച്ചിങ് ആദ്യമായിട്ടാണ് കേരള ചരിത്രത്തിൽ നടക്കുന്നത് എന്നൊക്കെ രീതിയിലാണ് VD സതീശ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തെ അവതരിപ്പിച്ചത്. അതാണ് പ്രശ്നം. ആദ്യമായിട്ടല്ല ഈ ഇവരെ കാണാതാവുന്നൊക്കെ പറയുമ്പോഴേ അതിന് വേണ്ടിയിട്ട്, ആ കാണാതായ 3 പേർക്ക് വേണ്ടിയിട്ട് ശക്തമായ പ്രതിഷേധമാണ്, ശക്തമായിട്ടുള്ള ആവശ്യമാണ് അവർ വീട്ടുകാരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് മകളും മകനും കൂടിയിട്ട്, ഒരു സ്ഥലത്ത് ആ ഭാര്യയും അമ്മയും ശക്തമായിട്ട് അവർ ഇറങ്ങിയിട്ട് പറയുന്നു, ഇത് കണ്ടെത്തിയേ ഒക്കൂ എന്ന് തന്നെ പറയുന്നു. ഒരു തരത്തിൽ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് അവരിങ്ങനെ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ഇത്ര അധികം ശക്തമായിട്ട് സോഷ്യൽ മീഡിയയും നമ്മുടെ ചാനലുകളും അവർക്കൊപ്പം നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ അന്വേഷണമൊക്കെ നടക്കുന്നു. എൻ്റെ ഒരു തോന്നലാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്തൊക്കെയായാലും ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കിൽ ഒരുപാട് വലിയ പിശകുകളുണ്ട്. ആദ്യമായിട്ടല്ല ഇപ്പോൾ ഒരു 3 പേരെ കാണുന്ന വെച്ചാൽ ഇതിനു മുമ്പേയും കാണുന്നതായിട്ടുണ്ട്. അന്ന് കാട്ടിയ അലംഭാവം തന്നെ ഇപ്പോഴും കാട്ടാമായിരുന്നല്ലോ, എനിക്ക് ഞങ്ങൾ അതൊന്നും ചെയ്തില്ലല്ലോ എന്ന കാര്യമാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഭയങ്കര മോശമായിപ്പോയി. അത് ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അമ്മയ്ക്ക്, ആ ഒരു ഭാര്യയ്ക്ക്, ആ ഒരു മക്കൾക്ക് അത് എന്തൊരു വേദന ഉണ്ടാക്കുന്ന ആലോചിച്ച്. നിങ്ങൾ വലിയ ഒച്ച വിളിന്നും കൂട്ടണ്ട. ആദ്യമായിട്ടൊന്നല്ല ഇപ്പം നിങ്ങളെ കടപ്പുറത്ത് ഇങ്ങനെ ആൾക്കാരെ കാണാതാവുന്നത്, ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നൊരു ശൈലിയിലാണ് അദ്ദേഹത്തിന് പിന്നീട് തെറ്റ് മനസ്സിലാവുകയും ചെയ്തു തോന്നുന്നു കേട്ടോ. ചെറിയ തിരുത്തൽ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ആ പ്രസംഗ സമയത്ത് തന്നെ. ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായ അയ്യോ അതല്ല കേട്ടോ. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകും. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? 148. സോറി, 148. എന്തിനാണ് ഈ ഒരു മോശമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് 148 പേരെ മിസ്സിംഗ് ആയിട്ടുണ്ട്, ഞാൻ ഭരിക്കുന്ന സമയത്ത് വേറെ 3 പേരല്ലേ പോയിട്ടുള്ളൂ എന്നൊരു കമ്പാരിസൺ എന്തിനായിരുന്നു അവിടെ? ആ ഒരു കമ്പാരിസണാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുടുക്കിയത്. കാരണം അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എല്ലാറ്റിനും പിണറായി വിജയനാണല്ലോ ഒരു മാതൃക. ഇപ്പോഴങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് ഞാനല്ല കേട്ടോ, അത് മറ്റാൾ ചെയ്തു വെച്ച് പോയതാണ്. ഹെലികോപ്റ്റർ ഞാൻ സഞ്ചരിച്ചു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹെലികോപ്റ്റർ പിണറായി വിജയന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വാടക കൊടുത്ത് വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ വരെ വാടക കൊടുക്കുന്നത് നമ്മൾ. അതുകൊണ്ട് പിന്നെ അത് വെറുതെ ഇരുന്ന് തുരുമ്പിടിക്കല്ലേ, അതുകൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ. അയ്യോ, PM ശ്രീ ആണോ? എന്ത് ചെയ്യാൻ പറ്റും? ആ പിണറായി വിജയൻ ഒപ്പിട്ട് പോയില്ലേ, അതുകൊണ്ട് ഞാൻ അത് നടപ്പിൽ വരുത്തുകയാണ് കേട്ടോ. എല്ലാറ്റിനും ഒരു മാതൃക, മുൻ ഒരു വഴികാട്ടി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്ത്രത്തിനിടയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്നൊരു ഐഡിയയാണ്
ഞാൻ എന്താ പറയുക 3 പേരല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നിങ്ങൾ ഇത്രയും മുറവിളി ഒന്നും കൂട്ടണ്ട, ഇതിനു മുമ്പ് 148 പേര് കാണുന്നതായിട്ടുണ്ട്, അപ്പോഴും നിങ്ങൾ ആരും മുറവിളി കൂട്ടിയിട്ടില്ലല്ലോ, ഇങ്ങനെ ഒച്ചവിളി ഉണ്ടായിട്ടില്ലല്ലോ, വെറും 3 പേര് കാണാതായപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒച്ചവിളി കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ അത് വളരെ മോശമായി പോയി. ഒരാളാണെങ്കിലും ഈവൻ ഒരു പൂച്ചക്കുഞ്ഞായാലും നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, കഴിഞ്ഞ വർഷമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കൊച്ചിയിലെങ്ങാണ്ട് വലിയ പാലത്തിൻ്റെ ഇടയിൽ ഒരു പൂച്ചക്കുഞ്ഞ് പെട്ടുപോയിട്ട് അതിനെ ഒരു രാത്രിയും പിറ്റേ ദിവസം പകലും കൊണ്ട് അതിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസുകാരും ഫയർഫോഴ്സും പെട്ട പാട്. അതൊരു പൂച്ചക്കുഞ്ഞാണെങ്കിലും ഒരു ജീവനാണ് എന്ന രീതിയിൽ അതിൽ ഇടപെടണം എന്നുള്ളതാണ്. അത്തരത്തിലൊരു വാക്ക് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതം. കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. ഞാൻ പറഞ്ഞാൽ 148 പേര് പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. പിന്നെ എന്തോ അദ്ദേഹത്തിന് ആ ഒരു പറയുന്ന വാക്കിൽ എന്തോ എവിടോ പ്രശ്നം സംഭവിച്ചിട്ടല്ലോ ഉണ്ടല്ലോ എന്നൊരു പക്ഷെ അദ്ദേഹത്തിന് ബോധ്യം വന്നിരിക്കാം. വൈ സ്പീക്കിംഗ് അദ്ദേഹം തിരുത്തിയിട്ട് ഒരു രസകരമായ കാര്യത്തിലേക്ക് അതിനെ എത്തിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ സംഗതി പരാജയപ്പോയി. സംഗതി അവസാനത ഇങ്ങനെയുള്ള സർക്കാരിന്റെ അഭിപ്രായങ്ങളിലേക്ക് കാലത്ത് എത്തി. 3 ആൾക്കാരെ കാണാതായിട്ടുള്ളൂ, പണ്ടത്തെ കണക്ക് 148 എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? അത്യന്തം ഹീനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. മനുഷ്യജീവൻ, ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. അത് 1 148 എന്നുള്ളതല്ല പ്രധാനം. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഒരു നാടിന്റെ ഭരണാധിക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ ഒരു ചെറിയ നിരീക്ഷണമാണ്. കാരണം എന്തൊരു വിഷയവും ഇവിടെ ഒരു പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ BJPക്ക് ഒരു ഇടം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തൊരു വിഷയത്തെയും ഇവിടെ BJPക്ക് രസകരമായി പ്രതികരിക്കാൻ ഒരു ഇടം നൽകുന്നുണ്ട്. ഇവിടെ സ്കോർ ചെയ്ത് BJPയാണ്. ഈ ഒരു വിഷയത്തിൽ സ്കോർ ചെയ്തത് BJPയാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ കാണാതായ വിഷയത്തിൽ ഫോൺ വഴിയൊക്കെ ബന്ധപ്പെട്ട് ഇടപെട്ടത്, മന്ത്രിമാർ പോലും ഇടപെടുന്നതിന് മുമ്പ് ഇടപെട്ടത് സുരേഷ് ഗോപിയായിരുന്നു. ഇനി ഇവരത് പറയും. ഇവിടുത്തെ മന്ത്രിമാർ ഇടപെടുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു, BJP MLA ഇടപെട്ടിരുന്നു എന്നവർ പറയും. അവർ പറയുക തന്നെ വേണം. ഈ പറച്ചിലുകൾ, ഈ അഭിപ്രായ പ്രകടനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ ഹീനമായി പോയി. ആ കൊച്ചുങ്ങൾക്ക് അത് എന്തൊരു വേദന ഉണ്ടാക്കും. 148 3 ഒന്ന് തന്നെയാണ് എന്ന രീതിയിൽ വളരെയധികം സ്വാഗതാർഹമായ രീതിയിൽ ഇവർ സംസാരിക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് അവർ ഉണ്ടാക്കുകയും കൂടുതൽ സീറ്റിലേക്ക് BJP എത്തിക്കാനും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സഹായിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെയും സഹായിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പം ശരി കേട്ടോ.